ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറി സൽമ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഹെൽത്ത് സെൻറ്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾക്കുള്ള വൈറ്റമിൻ കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഷോപ്പിംഗ് ഉണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ പാങ്ങാപ്പാറയുള്ള ഹെൽത്ത് സെൻറ്ററിൽ പോയാണ് മക്കൾക്ക് വൈറ്റമിനൊക്കെ കൊടുത്തത്. നമ്മൾ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഉച്ചയായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ട്രിവാൻഡ്രത്തോട്ട് സിറ്റിയിൽ പോയി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പോയത് പാരഗണിലാണ്. കേശവദാസപുരത്തുള്ള പാരഗണിൽ നല്ല തിരക്കുള്ള സമയമായിരുന്നു. ഏകദേശം ഒരു 12:30 മണിയായ സമയത്താണ് നമ്മളവിടെ എത്തിയത്. നല്ല തിരക്കായിരുന്നു. കാർ പാർക്ക് ചെയ്യാനാണെങ്കിലും ഇങ്ങനെ വരിയായിട്ട് കാറുകൾ ഇങ്ങനെ കിടക്കുകയാണ്. അകത്തോട്ട് കയറിയപ്പോഴും അവിടെ നല്ല തിരക്കായിരുന്നു. നല്ല ക്രൗഡഡ് ആയിരുന്നു. ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്യുമായിരുന്നു. മുകളിലെ ഡൈനിങ് സ്പേസ് എല്ലാം ഫുള്ളി ആൾക്കാർ ഒക്യുപ്പൈഡ് ആയിരുന്നു. പിന്നെ പേര് എഴുതി കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴാണ് നമ്മളെ വിളിച്ചത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മുകളിലായിരുന്നു ഞങ്ങൾക്ക് ഡൈനിങ് സ്പേസ് കിട്ടിയത്. ഞങ്ങൾ അവിടെ പോയി ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സിറ്റിയിലോട്ട് പോകണം. ഇന്ന് കുറച്ച് പർച്ചേസിങ്, നമ്മളെ ഗോൾഡ് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ അമ്മയൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകണം. അപ്പോൾ പാരഗണിലെ സ്പെഷ്യൽ ബിരിയാണി തന്നെ കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ പാരഗണിലെ ബിരിയാണി ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. ബുക്കൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് തോന്നും. പക്ഷേ ഇല്ല, നമ്മളെവിടെ പോയാലും അവസാനം ന്യൂഡിൽസും ബിരിയാണിയിലൊക്കെ തന്നെ എത്തും. അങ്ങനെ ഇന്നും ഞങ്ങൾ നോക്കിയെങ്കിലും ലാസ്റ്റ് നമ്മളെ പാരഗണിലെ ബിരിയാണി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാരഗണിലെ ബിരിയാണി ഇപ്പോൾ നമ്പർ 1 ബിരിയാണി ആയിട്ട് ഇപ്പോൾ അവർക്ക് എന്തോ അവാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇത് അവിടെ നമ്മൾ കയറി വരുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കാത്തിരുന്നപ്പോൾ തന്നെ നമ്മളെ ബിരിയാണി വന്നിട്ടുണ്ട്. നമ്മളെ ദം ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിനി കഴിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണി വന്നു. ഞങ്ങൾ ബിരിയാണി, റായ്ത്തയും അച്ചാറും പപ്പടവും എല്ലാം കൂട്ടി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ബിരിയാണി നല്ല ടേസ്റ്റി ആയിരുന്നു. എനിക്ക് റൈസ് കുറച്ച് കൂടുതൽ കുക്കായതുപോലെയല്ല, കുക്കായിപ്പോയി. അതിൻ്റെ ഒരു കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇളനീറിൻ്റെ പുഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി പുഡിങ് ആയിരുന്നു. മസ്റ്റ് ട്രൈ ആണ്. സൂപ്പർ പുഡിങ് ആയിരുന്നു. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? കഴിച്ചോ? അങ്ങനെ തന്നെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് സിറ്റിയിലോട്ടാണ്. പോത്തി സ്വർണ്ണമഹലിലോട്ടാണ് പോയത്. അപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ വെഡ്ഡിങ് പർച്ചേസ് കഴിഞ്ഞിട്ടില്ല. അപ്പം അതിന് കുറച്ച് ഗോൾഡൊക്കെ എടുക്കാനുണ്ട്. അപ്പം നമ്മൾ സ്വർണ്ണമഹലിലോട്ട് പോയി ഫുഡിന് ശേഷം. അപ്പം അമ്മയൊക്കെ വന്നു കുറച്ച് ഇതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നിട്ട് ഫൈനലൈസ് ചെയ്യാൻ കരുതി. അപ്പം ഇങ്ങനെ അവിടെ കയറി വരുമ്പോൾ തന്നെ നമ്മളെ ഗണപതിയുടെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ മക്കൾ പെട്ടെന്ന് അപ്പൂപ്പനെയും അമ്മൂമ്മയും കണ്ടപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ അവരെ പിടിച്ച് അവിടെ കസേരയിലൊക്കെ ഇരുത്തി. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. കാര്യം ഒരുപാട് സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനില്ല. ഇനി അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കൊക്കെ വീട്ടിൽ പോകാനുള്ളതാണ്. അപ്പോൾ
അങ്ങനെ ഞങ്ങൾ താഴത്തെ നിലയിൽ നിന്ന് മാലയൊക്കെ സെലക്ട് ചെയ്തിട്ട് മുകളിലോട്ട് വന്നു. അപ്പോൾ മുകളിലോട്ട് വരുമ്പോൾ പോത്തി സ്വർണ്ണ മഹാലിൻ്റെ തന്നെ ഒരു ബ്രൈഡൽ സെറ്റ് അവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് കണ്ടപ്പം ഒരു വീഡിയോ എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഹാരമാണെങ്കിലും അതുപോലെ ആ ബ്രൈഡൽ സെറ്റ് ഫുള്ളായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു യുണീക്ക് മോഡലായിരുന്നു. പിന്നെ മുകളിലത്തെ നിലയിലാണെങ്കിലും നമ്മളെ ബാംഗിൾസ് ആണെങ്കിലും റിങ്സ് അതുപോലെ സ്റ്റഡ് ഹാങ്ങിങ്സ് എല്ലാം ഉണ്ട്. ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഒരുപാടുണ്ട്. ഒരുപാട് ഡിസൈൻസ് ഒരുപാട് ഡിസൈൻസിൽ കളക്ഷൻസ് നമുക്കവിടെ കിട്ടും. പല റേഞ്ചിനുള്ള, അതായത് എല്ലാ ഇപ്പം ലൈറ്റ് വെയ്റ്റ് ആണെങ്കിലും ഹെവി ഉള്ളതും എല്ലാം കിട്ടും. അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. നമ്മളവിടെ നിന്ന് താലി നോക്കി, അത് നമുക്ക് സെറ്റായില്ല. അപ്പോൾ ബാക്കി സാധനങ്ങളെല്ലാം ബില്ല് ചെയ്യാൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇറങ്ങാനായിട്ട് നിൽക്കുവാണ്. അവിടെ ജാനി ഇവിടെ വാ. ദേ ബലൂൺ, ബലൂൺ. താങ്ക് യു പറഞ്ഞാ. അങ്ങനെ ഗോൾഡ് പർച്ചേസൊക്കെ കഴിഞ്ഞ് അമ്മയൊക്കെ നേരെ സ്റ്റേഷനിലോട്ട് പോയി. ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.